നമസ്കാരം. എം ജി യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ഹോണേഴ്സ് ഡിഗ്രി മാത്തമാറ്റിക്സ് MDCയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ആൻസേഴ്സ് പെട്ടെന്ന് നോക്കാം. മൊത്തം 25 ചോദ്യമാണുള്ളത്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. അങ്ങനെ 50 മാർക്കിനാണ് പരീക്ഷ. 4 മൊഡ്യൂളാണ് നമുക്കുള്ളത്. 1.25 മണിക്കൂറാണ് പരീക്ഷ. ഫസ്റ്റ് മൊഡ്യൂൾ മെട്രീസസിനെ കുറിച്ചും സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് പോളിനോമിയൽ തുടങ്ങിയതും, മൂന്നാമത്തേനകത്ത് ഫാക്ടോറിയൽ, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷനും, നാലാമത്തേനകത്ത് ഡെറിവേറ്റീവും. ഇതിനകത്ത് പല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റിമെമ്പർ കെ, അണ്ടർസ്റ്റാൻഡ് യു, അപ്ലൈ എ, അനലൈസ് AN, ഇവാലുവേറ്റ് ഇ, ക്രിയേറ്റ് C, ഇൻട്രസ്റ്റ് I, അപ്രീസിയേഷൻ AP, സ്കിൽ S. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ മെട്രിക്സ് വിത്ത് ഓൺലി 1 റോ ഈസ് കോൾഡ് റോ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? റോയും കോളോ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്, അതായത് സ്വാപ്പിംഗ് റോസ് ആൻഡ് കോളംസ്. മെട്രിക്സ് ഇൻ വിച്ച് ഓൾ എലമെൻറ്റ്സ് ആർ 0, അതിനെ നൾ മെട്രിക്സ് അഥവാ സീറോ മെട്രിക്സ് എന്ന് പേര് വിളിക്കും. താഴെ തന്നേക്കുന്നത് ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡയഗണൽ അല്ലാത്തതെല്ലാം 0. അപ്പം ഓപ്ഷൻ 1 ആണ് അവിടെ ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, എ മെട്രിക്സ് B ഈസ് കോൾഡ് സിമെട്രിക്. ഒരു മെട്രിക്സ് സിമെട്രിക് എന്ന് പറയാൻ നമുക്ക് A ട്രാൻസ്പോസ് ഈക്വൽ A, അതായത് ഇവിടെ B ട്രാൻസ്പോസ് ഈക്വൽ B. ഓപ്ഷൻ B ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, 2 മെട്രിക്സ് Aയും Bയും തന്നിട്ടുണ്ട്. അതിൻ്റെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. സം അങ്ങനെ കണ്ടുപിടിക്കുന്നത് 2 3/3 മെട്രിക്സുകളാണ്. അപ്പം ഓരോ കറസ്പോണ്ടിങ് കമ്പോണൻസ് ആഡ് ചെയ്താൽ മതി. അപ്പം 10 10 10 10 10 10 10 10 10 എല്ലാ എലമെൻറ്റ്സും 10 വരുന്ന രീതിയിലാണ് ആൻസർ. ഇവിടെ ഓപ്ഷനകത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയതുണ്ട്. Aയും Cയും Dയും ഒരേ ആൻസറാണ്. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഏഴാമത്തെ ചോദ്യം, 2 2/2 മെട്രിക്സ് Aയും Bയും തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രോഡക്റ്റ് കാണാൻ അറിയാമല്ലോ, A ഇൻറ്റു B. അപ്പോൾ 1 × 5 പ്ലസ് 2 × 7, അപ്പോൾ അത് 19 ആണ്. അപ്പോൾ 19 തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒന്നാമത്തെ ഓപ്ഷൻ. എട്ടാമത്തെ ചോദ്യം, 2 മെട്രിക്സ് Aയും Bയും തന്നിട്ടുണ്ട്. A 2/2, B 2/3. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ AB കുറിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ വരുന്നതെന്ന്. അപ്പം 2/2 2/3. അപ്പോൾ ആദ്യത്തേൻ്റെ കോളവും രണ്ടാമത്തേൻ്റെ റോയും അതിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. അപ്പോൾ രണ്ടും 2 2 ആണ്. അപ്പോൾ അത് ശരിയാണ്. കിട്ടുന്നത് എന്തുവാ? 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 5x + 6 = 0. അപ്പം 2 നമ്പർ, അതിൻ്റെ ആൻസർ 2ഉം 3യുമാണ് അല്ലേ? എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോഴും എക്സിന് 3 ഇട്ട് കൊടുക്കുമ്പോഴുമാണ് =0 കിട്ടുന്നത്. അടുത്ത, സം ഓഫ് ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 4 = 0 ഈസ്. 2 റൂട്ടിൻ്റെ സം എന്ന് വെച്ചാൽ -b/a ആണ്. b ഇവിടെ 0 ആണ്. അപ്പോൾ ആൻസർ 0. ദ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് x² - x - 1 = 0. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ c/a ആണ്. അതായത് -1/1. -1 ഓപ്ഷൻ C ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം, കൺസിഡർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² - 3x - 5. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് റൂട്ട്? അപ്പം നമ്മൾ ഡിസ്ക്രിമിനൻ്റ് ചെയ്യും. ഡിസ്ക്രിമിനൻ്റ് എന്ന് വെച്ചാൽ b² - 4ac. അപ്പം 9 - 4 × 2 × -5. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് 2 റിയൽ റൂട്ട് കാണും. ഓപ്ഷൻ A ആണ് ആൻസർ. 13, വാട്ട് ആർ ദ റൂട്ട്സ് ഓഫ് ദ ക്യൂബിക് പോളിനോമിയൽ x³ - 6x² + 11x - 6 = 0. ക്യൂബിക് ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻസർ -6 ആണല്ലോ. അപ്പം -6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 6, -1 -2 -3 -6. അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുക്കുമ്പോൾ =0 കിട്ടും. അപ്പോൾ 1 ഒരു 0 ആണ്. പിന്നെ 2 ഇട്ട് കൊടുക്കുമ്പോൾ 3 ഇട്ട് കൊടുക്കും. അപ്പം 1ഉം 2ഉം 3യും ആണ് ആൻസർ. അല്ലെങ്കിൽ 1 0 കിട്ടുന്നത് കൊണ്ട് നമുക്കെന്താ പറയുക? 1 x - 1 കൊണ്ട് തന്നേക്കുന്ന ഇക്വേഷനെ ഡിവൈഡ് ചെയ്യും.
അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. പിന്നെ അത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്ത് നോക്കണേ. ഞാൻ 1 2 3 എന്നാണ് പറഞ്ഞത്. അത് ആൻസർ ശരിയാണോ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. 1 ഏതായാലും ഒരു റൂട്ടാണ്. 14ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² + 7x + 10 = 0? അപ്പോൾ കൂട്ടുമ്പോൾ 7ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 10ഉം കിട്ടണമെങ്കിൽ 5ഉം 2. അപ്പോൾ x + 2ഉം x + 5ഉം ആണ്. ഓപ്ഷൻ എ. 15. ഹൗ മെനി നമ്പർ പ്ലേറ്റ്സ് ഓഫ് 3 digits ക്യാൻ ബി ഫോംഡ് വിത്ത് 4 digits 1 2 3 4? 1ഉം 2ഉം 3ഉം 4ഉം ഡിജിറ്റ് ഉപയോഗിച്ച് എത്ര 3 digit നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കാം? അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആൻസർ 4 × 4 ആണ് ആൻസർ. 4 × 4 × 4 എന്ന് വെച്ചാൽ 64 ആണ് ആൻസർ. ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. അടുത്തത് NP3 എന്ന് വെച്ചാൽ 210 ആണ്. അപ്പോൾ n എന്താണ്? അപ്പോൾ NP3 എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ ബൈ n - 3 ഫാക്ടോറിയൽ 210. അപ്പോൾ n ഫാക്ടോറിയൽ നമ്മൾ n × n - 1 × n - 2 × n - 3 ഫാക്ടോറിയൽ ബൈ n - 3. അത് വെട്ടിക്കളയുമ്പോൾ എന്ത് കിട്ടി? n × n - 1 × n - 2ൻ്റെ ആൻസറാണ് 210. പിന്നെ അത് ഓപ്പൺ ചെയ്ത് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവാലുവേറ്റ് n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ × n - r ഫാക്ടോറിയൽ. n 5 r 2 ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് 5C2ൻ്റെ ആൻസറാണ്. അപ്പോൾ 5 × 4/2 ആണ് ആൻസർ. 10 ആണ്. ഓപ്ഷൻ ബി. 18. NC2ഉം NC5ഉം സെയിം ആണെങ്കിൽ n 2 + 5 ആയ 7 ആണ്. ഓപ്ഷൻ ബി. 19ാമത്തെ ചോദ്യം, ഹൗ മെനി ക്വാഡ്രിലാറ്ററൽസ് ക്യാൻ ബി ഫോംഡ് ബൈ ജോയിനിങ് ദ വെർട്ടീസസ് ഓഫ് ആൻ ഒക്ടഗൺ? അപ്പം 19ാമത്തെ ചോദ്യവും അതേപോലെ തന്നെ 21ാമത്തെ ചോദ്യം. 21 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ അത് ക്വാഡ്രിലാറ്ററലിൻ്റെ ആൻസർ n × n - 1 × n - 2 × n - 3/24 ആണ്. അപ്പോൾ n 8 ആണ് ഒക്ടഗൺ ആയതുകൊണ്ട്. അപ്പോൾ 8 × 7 × 6 × 5/24. ഉത്തരം 70 ആണ്. ചെയ്യുമ്പോൾ കിട്ടും. അടുത്ത, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 4 ഐഡൻറ്റിക്കൽ ബോൾസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 6 ഐഡൻറ്റിക്കൽ ബോക്സസ് ഇഫ് നോട്ട് മോർ ദാൻ 1 ബോൾ ഗോസ് ഇൻ ടു ബോക്സ്. അപ്പോൾ 6 ബോക്സ് ഉണ്ട്, 4 ബോൾ വീതം ഇടണം. നമ്പർ ഓഫ് വേസ് ആണ് ചോദിച്ചേക്കുന്നത്. അത് ചെയ്ത് നോക്കുക. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 4 ഐഡൻറ്റിക്കൽ ബോൾസ്, ഒരേപോലത്തെ ബോളാണ്, ഒരേപോലത്തെ ബോക്സുകളുമാണ്. അപ്പോൾ ഒരു ബോക്സിൽ ഒന്നിൽ കൂടുതൽ ബോൾ പോവുകയോ ചെയ്യില്ല. അപ്പം മൊത്തം 6 4. ഇപ്പോൾ 6C4 6 × 5/2 15 ആണ് ആൻസർ. 21. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഫോംഡ് ബൈ ജോയിനിങ് ദ വെർട്ടീസസ് ഓഫ് എ പോളിഗൺ ഓഫ് 12 സൈഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് n × n - 1 × n - 2/3 ഫാക്ടോറിയലായ 6. അപ്പോൾ 12 × 11 × 10/6. ഇനി 22. ഇൻ എ പാർട്ടി എവരി പേഴ്സൺ ഷേക്സ് ഹാൻഡ് വിത്ത് എവരി അതർ പേഴ്സൺ ഇഫ് ദെയർ ആർ ടോട്ടൽ 210 ഷേക്ക് ഹാൻഡ്. അങ്ങനെയാണെങ്കിൽ എത്ര പേഴ്സൺ ഉണ്ട്? അപ്പം NC2ൻ്റെ ആൻസറാണ് 210. അപ്പോൾ NC2 എന്ന് വെച്ചാൽ n × n - 1/2 ആണ് 210. അപ്പോൾ n × n - 1 420. അപ്പോൾ n² - n = 420. 420 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. 23ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് d/dx ഓഫ് x⁻13. അപ്പോൾ 13x⁻12 ആണ്. ഓപ്ഷൻ എ. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ലൈൻ ടു ദ കർവ് y = x² + 4x + 7 at x = 1. സ്ലോപ്പ് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേറ്റീവ് 2x + 4 ആണ്. എക്സിന് മട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 + 4 ആയ 6. അടുത്തത്, ഫൈൻഡ് f" ഓഫ് 1 വേർ f of x = 6x⁵ - 4x². അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 30x⁴ - 8x ആണ്. അടുത്ത ഡെറിവേറ്റീവ് എന്തുവാ? 120x³ - 8. എന്നിട്ട്
എക്സിന് 1 ഇട്ട് കൊടുക്കുക. അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് വീണ്ടും അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 7x³ - 5x² + x. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഒന്നുകൂടെ ഡെറിവേറ്റീവ്. അടുത്തത് f(x) എന്ന് വെച്ചാൽ x+1 × 2x - 1 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ചെയ്യാവുന്നതേ ഉള്ളല്ലോ. വീണ്ടും ഡെറിവേറ്റീവ് കാണാൻ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. x/x² + 1 കോഷ്യൻ റൂൾ എന്തുവാ? ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സെക്കൻഡ് ലാസ്റ്റ് ചോദ്യം, sin x + cos x ഡെറിവേറ്റീവ് എന്ത്? cos x - sin x ആണ്, ഓപ്ഷൻ ബി. ലാസ്റ്റ് ചോദ്യം, cos x³ ഡെറിവേറ്റീവ്, അപ്പോൾ -sin x³ × 3x². അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ MDCക്ക് ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷനുള്ള ക്വസ്റ്റ്യന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒന്നുകിൽ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള 3 കണ്ടുപിടിക്കുക, എന്നിട്ട് ബാലൻസ് വന്ന് ഒരെണ്ണമാണ്. നമ്മൾ ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആ ഓപ്ഷനിലെ ആൻസർ നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഇട്ട് കൊടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.